ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പം നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നൊരു സാധനം വാങ്ങി അത് നമുക്ക് എങ്ങനെ റിട്ടേൺ അയക്കാം അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ റീഫണ്ട് വാങ്ങിക്കാം ആ ഒരു പ്രൊഡക്റ്റിന് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മളൊരു സാധനം ഓൺലൈൻ വഴി ഫ്ലിപ്കാർട്ട് വഴി ഇപ്പോൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സാധനം അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നോക്കി ഇഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ആ ഒരു സാധനം വാങ്ങുന്നത്. പക്ഷേ നമ്മുടെ കയ്യിൽ കിട്ടിയ സമയത്ത് നമുക്ക് ആ ഒരു സാധനം ഇഷ്ടപ്പെട്ടില്ല, നമ്മൾ വിചാരിച്ച അത്ര ക്വാളിറ്റി അതിനില്ല, അല്ലെങ്കിൽ അതിന് ഡാമേജ്ഡ് ഐറ്റം ആണ്. അപ്പോൾ നമുക്കതൊന്ന് റിട്ടേൺ അയക്കണം. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമുക്ക് റിട്ടേൺ അയക്കാൻ സാധിക്കും. പക്ഷേ എല്ലാ പ്രോഡക്റ്റിനും റിട്ടേൺ ഇല്ല. റിട്ടേൺ റീപ്ലേസ്മെൻറ്റ് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ താഴെ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കാണും റിട്ടേൺ ഓർ റീപ്ലേസ്മെൻറ്റ് റീഫണ്ട് അങ്ങനെയുള്ള ഓപ്ഷൻ കാണും. 7 days റീപ്ലേസ്മെൻറ്റ് പോളിസി, അല്ലെങ്കിൽ 10 days, അല്ലെങ്കിൽ 15 days ഇങ്ങനെ കാണും. ഇങ്ങനെയുള്ള പ്രൊഡക്റ്റിന് മാത്രമേ റീഫണ്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് റീപ്ലേസ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫ്ലിപ്കാർട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. താഴെ അക്കൗണ്ട് എന്ന ഭാഗം ഇതുപോലെ സെലക്ട് ചെയ്യുക. ഇങ്ങനെ സെലക്ട് ചെയ്താൽ നമ്മൾ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി മുകളിൽ ഓർഡർ എന്ന് പറഞ്ഞ ഒരു ടാബ് കാണും, അതിലൊന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, ആ ഓർഡർ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ വാങ്ങിയ സാധനത്തിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഇവിടെ കാണും. അപ്പോൾ നമ്മുടെ വാങ്ങിയ സാധനം ഏതാണ് റീപ്ലേസ്മെൻറ്റ് നമുക്ക് വേണ്ടിയത് ആ ഒരു പ്രൊഡക്റ്റ് ഇവിടുന്ന് സെലക്ട് ചെയ്യണം. ശ്രദ്ധിക്കുക, എല്ലാ പ്രൊഡക്റ്റിനും റീപ്ലേസ്മെൻറ്റ് കാലാവധി ഉണ്ട്. ചിലത് 7 ദിവസം, ചിലത് 10 ദിവസം അങ്ങനെ കാണും. അപ്പോൾ നമ്മൾ ആ ഒരു കാലാവധിക്ക് മുമ്പായിട്ട് റിട്ടേൺ അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നും ഏത് പ്രൊഡക്റ്റാണ് റിട്ടേൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇതിലൊരു പ്രൊഡക്റ്റ് റിട്ടേൺ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തപ്പോഴേ ഇവിടെ കാണുന്നുണ്ട് റിട്ടേൺ പോളിസി വാലിഡ് ടിൽ 21 സെപ്റ്റംബർ 21 തീയതി വരെയാണ് ഇതിൻ്റെ റിട്ടേൺ അയക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ്. ഇവിടെ നോ മോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ അതിൻ്റെ പോളിസി, അതായത് റിട്ടേൺ പോളിസിയുടെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അവർ കാണിച്ചിട്ടുണ്ട്. ആ ഒരു നോ മോറിൽ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ വരും റിട്ടേൺ പോളിസി, അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഇവിടെ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ റിട്ടേൺ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് അവിടെ നിന്ന് സെലക്ട് ചെയ്യേണ്ടത്. റിട്ടേൺ സെലക്ട് ചെയ്താൽ ഇങ്ങനെ വരും റീസൺ ഫോർ റിട്ടേൺ എന്ന് പറഞ്ഞൊരു ടാബ് ഇവിടെ ഓപ്പൺ ആവും. ഇവിടെ നമുക്ക് റിട്ടേൺ ചെയ്യാനുള്ള കാരണമാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇതിനകത്ത് ഒരുപാട് കാരണങ്ങൾ ഇവിടെ അവർ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേതിലായിരിക്കും നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റ് റിട്ടേൺ ചെയ്യാനുള്ള കാരണം. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എന്താണെന്നുള്ളത് ഒന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ കൊടുത്തിട്ടുള്ളത് ഡോണ്ട് ലൈക്ക് ദി സൈസ് ഓർ ഫിറ്റ് ദി പ്രൊഡക്റ്റ്, റിസീവ്ഡ് റോങ് ഐറ്റം, പ്രൊഡക്റ്റ് ഈസ് മിസ്സിംഗ് ഇൻ ദി പാക്കേജ്, ക്വാളിറ്റി ഓഫ് ദി പ്രൊഡക്റ്റ് നോട്ട് ആസ് എക്സ്പെക്റ്റഡ്, റിസീവ്ഡ് ബ്രോക്കൺ ഒരു ഡാമേജ്ഡ് ഐറ്റം. അപ്പോൾ ഇതിലേതിലൊന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിലൊന്ന് സെലക്ട് ചെയ്യുന്നു. ഞാൻ ഈ പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഇല്ല, അതാണ് സെലക്ട് ചെയ്യുന്നത്. കാരണം എനിക്ക് അത്ര ക്വാളിറ്റി തോന്നിയില്ല. ക്വാളിറ്റി ഓഫ് ദി പ്രൊഡക്റ്റ് നോട്ട് ആസ് എക്സ്പെക്റ്റഡ്. ഓക്കെ, അപ്പോൾ അത് സെലക്ട് ചെയ്തു. ശേഷം ഇവിടെ മോർ ഡീറ്റെയിൽസ് ഉണ്ട്. ഇവിടെ എന്താണെന്നുള്ളത് നമുക്ക് വീണ്ടും സെലക്ട് ചെയ്യണം. റിസീവ്ഡ് ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റ്, യൂസ്ഡ് പ്രൊഡക്റ്റ് റിസീവ്ഡ് എന്താണെന്നാണ് വീണ്ടും ഒരു കാരണം കൂടി ഇവിടുന്ന് സെലക്ട് ചെയ്യണം. ഞാൻ നോട്ട് ഹാപ്പി വിത്ത് ദി ക്വാളിറ്റി, ഇതിൻ്റെ ക്വാളിറ്റിയിൽ ഹാപ്പിയർ എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ശേഷം ഇവിടെ നിന്ന് കമൻറ്റ് ചെയ്യണം. അതായത് നമുക്ക് ഈ പ്രൊഡക്റ്റിന് എന്താണ് ഡാമേജ് പറ്റിയത് അതിൻ്റെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും ആ മുകളിൽ കൊടുത്തിട്ടുള്ള ആ ഒരു കമൻറ്റ് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ടൈപ്പ് ചെയ്താലും മതി. പ്രൊഡക്റ്റ് ക്വാളിറ്റി ഈസ് വെരി ബാഡ്, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ഇതിൽ ടൈപ്പ് ചെയ്താൽ മതി. ശേഷം പ്ലീസ് റീഫണ്ട് മൈ ക്യാഷ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്താലും മതി. അപ്പോൾ ഞാൻ കൊടുത്തത് പ്രൊഡക്റ്റ് ക്വാളിറ്റി ഈസ് വെരി ബാഡ്, പ്ലീസ് റീഫണ്ട് മൈ മണി. ശേഷം ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത ശേഷം ഇവിടെ കണ്ടിന്യൂ എന്ന് പറഞ്ഞ് താഴെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് അടുത്ത പേജിൽ ഇതേ രീതിയിൽ വരും. ഇവിടെ നമുക്ക് ഇവിടെ ചോദിക്കുന്നുണ്ട് ഈ പ്രൊഡക്റ്റിന് വാട്ട് ഡു യു വാണ്ട് ഇൻ റിട്ടേൺ, അതായത് ഈ ഒരു പ്രൊഡക്റ്റിന് റീഫണ്ട് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് റീഫണ്ട് വന്ന് കിടക്കുന്നത്. ഇവിടെ ചില പ്രൊഡക്റ്റിന് റീപ്ലേസ്മെൻറ്റ് വരും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ 2 ടാബ് വരും, റീഫണ്ടും റീപ്ലേസ്മെൻറ്റും വരും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. റീപ്ലേസ്മെൻറ്റ് ആണെങ്കിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം റിട്ടേൺ എടുത്തുകൊണ്ട് പോയിട്ട് നമുക്ക് വേറെ പ്രൊഡക്റ്റ് വരും. ഇവിടെ റീഫണ്ട് മാത്രമേ ഉള്ളൂ ഈ പ്രൊഡക്റ്റിന്. അങ്ങനെയുള്ള കേസിൽ റീഫണ്ട് സെലക്ട് ചെയ്താൽ ഇവിടെ താഴെയായിട്ട് 2 ഓപ്ഷൻ വരും. റീഫണ്ട് ചെയ്യേണ്ട രീതിയാണ് ഫ്ലിപ്കാർട്ട് ഗിഫ്റ്റ് കാർഡ് വാളറ്റിലേക്ക് ക്യാഷ് വരണോ, ഒറിജിനൽ പേയ്മെൻറ്റ് മെത്തേഡിൽ വരണോ എന്ന് ചോദിക്കും. അതായത് ഫ്ലിപ്കാർട്ട് ഗിഫ്റ്റ് കാർഡ് വാളറ്റിലോട്ട് വരുവാണെങ്കിൽ ഈ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ നിന്നും ഈ ഡെലിവറി ഏജൻറ്റ് കളക്ട് ചെയ്ത് ഒരു 2 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ഫ്ലിപ്കാർട്ട് വാളറ്റിലേക്ക് ക്യാഷ് വരും. അതല്ല ഒറിജിനൽ പേയ്മെൻറ്റ് മെത്തേഡാണ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 5 to 7 ബിസിനസ് ഡേയ്സ് എങ്കിലും എടുക്കും ഇത് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവാനായിട്ട്. ചില ക്യാഷ് ഓൺ ഡെലിവറി ഒക്കെ നമ്മൾ കൊടുത്ത സാധനങ്ങൾ വാങ്ങുവാണെങ്കിൽ ആഡ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും.
അത് ഇതിനകത്തിൽ വന്നിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ടും IFSC കോഡും കൊടുത്താൽ ബാങ്ക് അക്കൗണ്ടിലേക്കും പൈസ വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താൽ നമുക്ക് കണ്ടിന്യൂ കൊടുത്താൽ അടുത്ത പേജിലേക്ക് പോയി വീണ്ടും കൺഫേം കൊടുക്കാം. ഞാനിവിടെ ഫ്ലിപ്കാർട്ട് ഗിഫ്റ്റ് കാർഡ് വാളറ്റാണ് സെലക്ട് ചെയ്യുന്നത്. കാരണം പെട്ടെന്ന് തന്നെ നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ പൈസ വന്ന് കിടക്കും. ഒരു 2 മണിക്കൂറിനുള്ളിൽ എക്സിക്യൂട്ട് ചെയ്ത് കളക്ട് ചെയ്ത് ഉടൻ തന്നെ പൈസ വന്ന് കിടക്കും. അപ്പോൾ നമുക്ക് അടുത്ത പർച്ചേസിങ്ങിൽ അത് ഉപയോഗിക്കാം. അടുത്ത പർച്ചേസിങ്ങിൽ ആ ഒരു എമൗണ്ട് ഡിഡക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം. ഇവിടെ കണ്ടിന്യൂ കൊടുത്താൽ അടുത്ത പേജിൽ ഓർഡർ റിട്ടേൺ ഹാസ് ബീൻ കൺഫേംഡ് എന്ന് പറഞ്ഞ് വരും. ഇവിടെ സബ്മിറ്റ് റിക്വസ്റ്റ് കൊടുക്കുക. അങ്ങനെ സബ്മിറ്റ് റിക്വസ്റ്റ് കൊടുത്താൽ റിട്ടേൺ സക്സസ്ഫുള്ളി ഇനിഷ്യേറ്റഡ് എന്ന് പറഞ്ഞ അടുത്ത പേജിൽ ഇങ്ങനെ വരും. ഇവിടെ ട്രാക്ക് റിട്ടേൺ പ്രോസസ്സ് എന്ന് പറഞ്ഞ് വരും. അപ്പോൾ നമ്മൾ ആ ഒരു ഓർഡർ ചെയ്ത് ട്രാക്ക് ചെയ്യുന്നിടത്ത് കയറി നോക്കിയാൽ നമ്മുടെ ആ ഓർഡർ നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് കാണിക്കുക. അപ്പം അങ്ങനെ ട്രാക്ക് ചെയ്യുന്നിടത്ത് അവിടെ നമ്മൾ ഓർഡർ ചെയ്തത് മുതൽ കാണാനായിട്ട് സാധിക്കും. ഓർഡർ കൺഫേംഡ്, ഡെലിവേർഡ്, റിട്ടേൺ അപ്രൂവ്ഡ്, പിക്കപ്പ്, റീഫണ്ട്, ഇത്രയും കാര്യങ്ങളുണ്ട്. ഇത് ഏകദേശം ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഡെലിവറി ഏജൻറ്റ് വന്ന് കളക്ട് ചെയ്യുന്നത് പോണക്കിരിക്കും. കളക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ റീഫണ്ട് കിട്ടുന്നതായിരിക്കും. ഞാനിവിടെ സെലക്ട് ചെയ്തത് ഫ്ലിപ്കാർട്ട് വാളറ്റിലേക്കാണ് പൈസ വരേണ്ടത് സെലക്ട് ചെയ്തത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൈസ വരും. അതല്ല നിങ്ങൾ ഒറിജിനൽ പേയ്മെൻറ്റ് മെത്തേഡോ ബാങ്ക് അക്കൗണ്ടോ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഏകദേശം ഒരു 7 ഡേയ്സെങ്കിലും എടുക്കും അത് വരാനായിട്ട്. എന്തായാലും ക്യാഷ് ആ ഒരു 7 ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ റീഫണ്ട് ചെയ്യാനായിട്ട്. വളരെ സിമ്പിളാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയ സമയത്ത് നമുക്കത് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി കൊള്ളത്തില്ല, അങ്ങനെയുള്ള കേസിലൊക്കെ ഈസി ആയിട്ട് റിട്ടേൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ റീഫണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തേക്കണം. നമുക്ക് അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.